ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ്. ഈ സ്ട്രോബെറി കൊണ്ട്, ഈ ഫ്രഷ് സ്ട്രോബെറി കൊണ്ടുള്ള ഒരു മിൽക്ക് ഷേക്ക്, സ്ട്രോബെറി മിൽക്ക് ഷേക്ക്. അപ്പൊ ഈ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് കഴിച്ചിട്ടുള്ളവർക്ക് ഉറപ്പാണ് അതിന്റെ ടേസ്റ്റ് ഇപ്പോഴും മറന്നിട്ടുണ്ടാവില്ല. അത്ര ടേസ്റ്റ് ആണ്. അത് നാവിൻ മുമ്പത്ത് പോവാൻ കുറെ നേരം എടുക്കും. അപ്പോൾ ഹെൽത്തി സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് എന്താ പറയുക, കൊളസ്ട്രോൾ ഫ്രീ ആണ്, ഫാറ്റ് ഫ്രീ ആണ്, അതുപോലെ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അത് മാത്രമല്ല ഈ എന്താ പറയുക, ഡയറ്ററി ഫൈബർ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ വേറൊരു വശം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില സമയത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്യുന്ന ഒരു സമയമുണ്ട് ചില ദിവസങ്ങളിൽ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മിൽക്ക് ഷേക്ക് കഴിച്ചു കഴിഞ്ഞാൽ, ഈ മിൽക്ക് ഷേക്ക് നമുക്ക് എല്ലാം എന്താ പറയുക, എല്ലാ വൈറ്റമിൻസും എല്ലാ സംഭവങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്ന ഫൈബേഴ്സ് ഉള്ള ഒരു ഷേക്ക് ആയതുകൊണ്ട്, ആ ഫ്രൂട്ട് ആയതുകൊണ്ട് നമുക്ക് ഉച്ചവരെ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇത് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ ഇതിനെ പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ നോക്കാം. സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ കാണാം. വീഡിയോ കൊണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പൊ നമ്മളിവിടെ സ്ട്രോബെറി ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ സൂപ്പർ മാർക്കറ്റിലും എല്ലായിടത്തും കിട്ടുന്നതാണ്. നല്ല ഫ്രഷ് സ്ട്രോബെറി നോക്കിയിട്ട് വാങ്ങിക്കാൻ നോക്കാം. അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരാം. ഇതിപ്പോ നമ്മള് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 7-8 സ്ട്രോബെറി അങ്ങനെയാണ് നമ്മൾ എടുക്കണം കേട്ടോ. അപ്പൊ നമ്മളൊരു 3 ഗ്ലാസ് ഉണ്ടാക്കണം. അപ്പൊ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടു. അപ്പൊ ഒരു 3 സ്ട്രോബെറി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ട് മാറ്റി. ഇനി നമുക്ക് വേണ്ടത് ചിൽഡ് ആയിട്ടുള്ള പാലാണ്. അപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ നേരത്തെ തന്നെ പാല് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 1/2 ലിറ്റർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3 ഗ്ലാസ്സിലേക്ക് ഉള്ള പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ കാര്യം അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ചെറുതായിട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കഷ്ണം പട്ടാട്ട, ഇത് കൂടി പോകാൻ പാടില്ല, ഈ ഒരു ചെറിയൊരു കഷ്ണം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് സ്ട്രോബെറി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ ഒരു പട്ട എടുത്തു വെച്ചില്ലേ, കറുവാപ്പട്ടയുടെ കഷ്ണം, 3 ടേബിൾ സ്പൂൺ ഷുഗർ, ഇനി കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. സ്ട്രോബെറി നമുക്ക് ഇങ്ങനെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം.
ചെയ്യാം.